നമസ്കാരം. പൊറ്റിക ന്യൂസിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഉള്ളത്. ഒന്നാം ഘട്ട ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ വയനാട്, ചേലക്കര ഉൾപ്പെടെ മറ്റ് 10 സംസ്ഥാനങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടന്നത്. കനത്ത പോളിംഗ് ആണ് പല സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹവും പോളിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് പല സ്ഥലങ്ങളിലും ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഉപതെരഞ്ഞെടുപ്പ് വഴിവെച്ചത്. വയനാട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ആകാംക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധി രാജിവെച്ച മണ്ഡലത്തിലേക്ക് പ്രിയങ്ക എത്തിയതോടെയാണ് എതിരാളികൾക്ക് പോലും ചങ്കിടിപ്പ് കൂടിയത്. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ ഇരട്ടി വോട്ട് പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. വയനാട് ഏറെക്കുറെ കോൺഗ്രസ് ഉറപ്പിച്ച മണ്ഡലം കൂടിയാണ്. കോൺഗ്രസിന്റെ ആ കോട്ട തകർക്കാൻ BJPക്ക് ആവില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. നേരായ മാർഗത്തിലൂടെ ഒരു കാര്യവും നടത്താത്ത BJP ഇപ്പോഴിതാ വയനാട്ടിൽ അട്ടിമറി നടത്താൻ ആസൂത്രണം ചെയ്തതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CPM BJPക്ക് വോട്ട് മറിക്കുമെന്ന സൂചനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന നാടകീയ രംഗങ്ങളൊക്കെ. അതിന്റെ ഓരോ സത്യങ്ങളും മറനീക്കി പുറത്തു വരുന്ന ഈ സാഹചര്യത്തിലാണ് വയനാട്ടിലും ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാധ്യതകളും BJP നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള വിവാദം അതിന് പിന്നാലെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വയനാട്ടിൽ അട്ടിമറി നടത്താനുള്ള ആസൂത്രണം നടന്നതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അതിന്റെ ഭാഗമായിരിക്കണം ഇന്ന് നടന്ന പോളിംഗിൽ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് മെഷീൻ യന്ത്രങ്ങൾ തകരാറിലായതിന് പിന്നിലെ കാരണം. വയനാട്ടിലെ മിക്ക ബൂത്തുകളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലാവുകയും ചിലയിടത്ത് പുതിയ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതൊരു പക്ഷേ BJPയുടെ ഒരു കുതന്ത്രമാകാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. അതിന് ചുക്കാൻ പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഉള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം അവർക്ക് എളുപ്പമാകും. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള കൂട്ടുകെട്ട് പരസ്യമായ ഒരു രഹസ്യമാണ്. എത്രയൊക്കെ പരാതികൾ BJPക്കെതിരെ ഉന്നയിച്ചാലും അതൊക്കെ ഇന്നുവരെ പാടെ തള്ളുന്ന നിലപാടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിരുന്നത്. തെളിവ് സഹിതം പരാതി നൽകിയിട്ടും പലതും കണ്ടില്ല എന്ന് നടിക്കുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അട്ടിമറിക്ക് വേണ്ട എല്ലാ പിന്തുണയും അവർ നൽകിയെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഇവിടെയാണ് BJPക്ക് അടിപതറിയിരിക്കുന്നത്. തൃശ്ശൂരല്ല വയനാട് എന്ന് BJP ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. തൃശ്ശൂരിൽ നടത്തിയ പോലെ ഒരു അട്ടിമറി ഒരിക്കലും വയനാട്ടിൽ നടത്താൻ BJPക്ക് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. എവിടെയും തട്ടിപ്പും വെട്ടിപ്പും മാത്രം കാണിച്ച് അധികാരത്തിൽ കയറുന്ന BJPക്ക് വയനാട്ടിൽ കാലുകുത്താൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല.